പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ബി ടി ബോർഡിനെ കുറിച്ചാണ്. SMD ബി ടി ബോർഡ്. ബി ടി ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാസ് ട്രബിൾ ബോർഡ്. ഇതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞൻ ബി ടി ബോർഡ്. വലിപ്പം കുറഞ്ഞ ആംപ്ലിഫയറുകളിൽ സുഖമായി പിടിപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ബോർഡ് നിർമ്മിച്ചിട്ടുള്ളത്. SMD കമ്പോണൻസ് വെച്ചിട്ടാണ് ഈ ബോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ വലുപ്പം കുറവാണ് ഈ ബോർഡിന്. ഇത് ഒരു പവർ ട്രിക്ക് കമ്പനിയുടെ LM324 IC വെച്ചിട്ടുള്ള ഒരു ബാസ് ട്രബിൾ ബോർഡാണ് ഈ കാണുന്നത്. ഈ ബോർഡും നമ്മുടെ ഈ SMD ബോർഡും വെച്ച് നോക്കുമ്പോൾ വളരെയേറെ സ്ഥലം നമുക്ക് ലാഭിക്കാൻ കഴിയും. ആംപ്ലിഫയറിൽ പ്രവർത്തനങ്ങളൊക്കെ സെയിം തന്നെ. SMD കമ്പോണൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇത്രയും വലുപ്പം കുറച്ച് സ്ഥലം കുറച്ച് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവർക്ക്. പക്ക എഫിഷ്യൻസി ഉള്ള ഒരു ബോർഡ് തന്നെയാണ് ഇത്. ഞാൻ ഉപയോഗിച്ച് നോക്കി. കറക്റ്റായിട്ട് തന്നെ ബാസ് കുറയ്ക്കുമ്പോഴും ട്രബിൾ കുറയ്ക്കുമ്പോഴും കറക്റ്റ് മിഡിൽ വന്ന് അവസാനിച്ച് നിൽക്കും. ട്രബിളും ബാസും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. 110 രൂപയാണ് ഈ ബോർഡിന് എനിക്ക് വന്ന വില. ഇവിടെയാണ് ഇതിൻ്റെ ബാസ് ട്രബിൾ കണക്ഷൻ വരുന്നത്. ഈ സൈഡ് ഇൻപുട്ട് എന്ന സെക്ഷനിൽ നമ്മുടെ USB മൊഡ്യൂളിൽ നിന്നുള്ള കണക്ഷനാണ് ഇതിലേക്ക് കൊടുക്കേണ്ടത്. ഇവിടെ VG എന്നുള്ളിടത്ത് 12 വോൾട്ട് DC സപ്ലൈ ആണ് കൊടുക്കേണ്ടത്. ഈ ഔട്ട് എന്നുള്ള ഭാഗത്ത് ഇവിടെ നിന്നാണ് ആംപ്ലിഫയറിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത്. ഇതിലാകെയുള്ളൊരു പോരായ്മ എന്ന് എനിക്ക് തോന്നിയത് ഗെയിൻ വളരെയേറെ കുറവാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള ഒരു ഗെയിനർ ബോർഡും കൂടെ ആഡ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അടിപൊളി റിസൾട്ട് തന്നെ പാട്ടിൽ നമുക്ക് കിട്ടും. ഈ രണ്ട് ബോർഡും കൂടെ ഫിറ്റ് ചെയ്ത് ഒരുമിച്ച് പിടിപ്പിച്ചാലും നമ്മുടെ ഒരു ബാസ് ട്രബിൾ ബോർഡിൻ്റെ വലുപ്പം വരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ഥലം ഒരുപാട് നമുക്ക് ലാഭിക്കാനും പറ്റും. ആവശ്യമാണെങ്കിൽ ഈ ബോർഡിൻ്റെ കണക്ഷനും ഒക്കെ കൊടുത്തിട്ടുള്ള നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.